ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഏതൊരു ഗ്രന്ഥത്തിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുവോ ആ മഹനീയമായ ഗ്രന്ഥത്തിൽ സൂറത്തുൽ ഇസ്രായിലൂടെ സർവ്വപിതാക്കളുടെയും മനസ്സിന് തണലേകുവാൻ, സർവ്വമാതാക്കളുടെയും മനസ്സുകൾക്ക് കുളിര് പകരാൻ അല്ലാഹു ലോകത്തോട് പറയുകയാണ്, ഒരു രക്ഷിതാവും വിഷമിക്കാൻ ഇടവരരുത്, ഒരു ഉപ്പയും ദുഃഖിക്കാൻ ഇടവരരുത്, ഒരു ഉമ്മയും പ്രയാസപ്പെടാൻ ഇടവരരുത്. കാരണം മക്കളെ, ഉപ്പയെയും ഉമ്മയെയും ഒക്കെ ആരോഗ്യമുള്ള സമയത്ത് അവരുടെ തണലിലാ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളന്ന് കുഞ്ഞുങ്ങളാണ്, നിങ്ങളന്ന് പ്രായം കുറഞ്ഞവരാണ്, നിങ്ങളന്ന് ശേഷി കുറഞ്ഞവരാണ്. നിങ്ങൾക്ക് ശേഷി കുറഞ്ഞ, നിങ്ങൾക്ക് വളരെയേറെ ആവശ്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ ഒരു കാലത്ത് നിങ്ങൾക്കുള്ള തണലായിരുന്നുവെങ്കിൽ മക്കളെ, അവരെ നിങ്ങൾക്ക് അവഗണിക്കാൻ തോന്നിപ്പോകുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ഉപയോഗം കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് പലതും മൂലയിലേക്ക് മാറ്റിവെക്കൽ. ഉപയോഗിച്ച് തീർന്നു എന്ന് തോന്നുമ്പോഴാണ് പലർക്കും അത് ഒഴിവാക്കാമെന്നൊരു തോന്നൽ വരാറുള്ളത്. അതുകൊണ്ട് റബ്ബ് പറയുകയാണ്, ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകിപ്പോയി, ഇനി ഇതൊരൽപ്പമൊന്ന് മാറ്റിവെക്കേണ്ട ഘട്ടമായി എന്ന് തോന്നുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ജരാനിരകൾ ബാധിച്ച് പ്രായാധിക്യത്തിൽ അവർ എത്തുന്ന ഘട്ടം. വിശുദ്ധ ഖുർആൻ കരുണ കാണിക്കാൻ തെരഞ്ഞെടുത്ത ആ പരമപ്രധാനമായ സമയം മറ്റ് സമയങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ പറയാതെ തന്നെ ആരോഗ്യമുള്ള മാതാപിതാക്കളെ നമുക്ക് ആവശ്യമുള്ള കാലത്ത്, നമ്മൾ അവരുടെ തണലിൽ കഴിയുന്നൊരു കാലത്ത് അവരെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണേ എന്ന് പറയേണ്ടതില്ലാത്തത്ര മനുഷ്യപ്രകൃതി അതിൻ്റെ ആ ഒരു ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഉപയോഗങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇനി അവസാനിച്ചു കഴിഞ്ഞു, താൻ എന്തിനും പോന്നവനാണെന്നൊരു തോന്നൽ വരുമ്പോ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചു പോകരുത്, ഉപ്പയുടെ മനസ്സ് വേദനിപ്പിച്ചു പോകരുത്. അതാണ് വിശുദ്ധ ഗ്രന്ഥം ആഹ്വാനം ചെയ്യുന്നത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ. ആ മാതാപിതാക്കൾ രണ്ടിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടാളും തന്നെയുമോ നിന്റെ അടുക്കൽ അവര് പ്രായാധിക്യത്തിലെത്തിക്കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന് പോലും നിന്റെ ഉമ്മയോട് നിന്റെ ഉപ്പയോട് നീ പറയല്ല മോനെ. അതെ, നീ അവരോട് ഏറ്റവും മാന്യമായ വർത്തമാനമേ പറയാവൂ. അവരുടെ ചിറകുകൾക്ക് കീഴിലാ മോനെ ഇത്രക്കാലം നീ വളർന്നത് മക്കളെ. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വഖ്ഫിദ് ലഹുമാ, അവർക്കിരുവർക്കും നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണം. ജനാഹദ്ദുല്ലി മിനർ റഹ്മതി, കാരുണ്യത്തിൽ പൊതിഞ്ഞ നിലക്കുള്ള വിനീത ഭാവത്തോടെ ആ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുത്ത് അവർക്കൊരു തണലേകണം മക്കളെ. നിങ്ങൾ എന്ത് തന്നെ അവർക്ക് കൊടുത്താലും അതൊന്നും പകരമാവില്ല അവർക്ക് അവർ നിങ്ങളോട് ചെയ്തു തന്നിട്ടുള്ള കാരുണ്യത്തിന്. അതുകൊണ്ട് റബ്ബിനോട് പറയണം, മക്കുൽ പറയണം മക്കളെ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നിരന്തരമായ പ്രാർത്ഥനകൾ, നിരന്തരമായി റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ടുള്ള തേട്ടങ്ങൾ. ഇവിടെ നമ്മളൊരൊറ്റ വശമേ ഞാൻ നിങ്ങളോട് ഈ സമയത്ത് സൂചിപ്പിക്കുന്നുള്ളൂ. അവഗണനയുടെ ഘട്ടം വരുന്നത് പ്രായാധിക്യം വരുമ്പോഴാണ്. പ്രായമായ ഉമ്മക്കും ഉപ്പക്കും ഒരു തോന്നലാണ് പലപ്പോഴും വരാറുള്ളത്, എൻ്റെ മക്കളൊക്കെ വളർന്ന് വലുതായി, അവരുടേതായ ശേഷിയിലെത്തി, അവരുടേതായ താല്പര്യങ്ങളും കാര്യങ്ങളും സ്വന്തമായി നടത്താനുള്ള ഒരു ഘട്ടമായപ്പോൾ ഈ ഉപ്പ അവന് വേണ്ടാത്തവനായി, ഈ ഉമ്മ ഇപ്പോൾ അവന് കണ്ണെടുത്താൽ കാണാൻ പറ്റാത്തവനായി, ഒരു മുശാവറയും ഒരു കാര്യത്തിലും ഇല്ലാതെയായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ ഗ്രന്ഥം നിങ്ങൾ തണലിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗം നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മൾ എത്ര ഉന്നതരാവട്ടെ, എത്ര ബുദ്ധിശക്തിയുള്ളവരാവട്ടെ, എത്ര വലിയ ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവരായിരുന്നാലും പ്രായമായ മാതാപിതാക്കൾ ഓർമ്മയുള്ളവരായി നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഏതൊരു കാര്യവും നീ അവരോടൊന്ന് മുശാവറ നടത്ത്. ഉപ്പാ എന്ന് സ്നേഹത്തോടെ വിളിക്ക്, ഉമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്ക്. ആ വിളിക്ക് കാത്തിരിക്കുകയാണ് നമ്മുടെ 10,000-ങ്ങളും ലക്ഷങ്ങളും അവർക്ക് വേണ്ട.
ഉമ്മ എന്ന സ്നേഹത്തോടെ ഒരു വിളി, എൻ്റെ ഉപ്പ എന്ന സ്നേഹത്തോടെ ഒരു വിളി. ആ വിളിക്ക് കാത്തിരിക്കുന്ന 10,000-കണക്കിന് രക്ഷിതാക്കൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ മനസ്സുകൾ നോവിച്ചു പോകരുത്, അവരുടെ മനസ്സുകളെ കരയിപ്പിക്കരുത്, അവരുടെ മനസ്സുകളെ നൊമ്പരപ്പെടുത്തരുത്. എൻ്റെ പ്രായമായ ഉമ്മ, എൻ്റെ പ്രായമായ ഉപ്പ, അതെങ്ങനെയാണെങ്കിലും അതെൻ്റെ ഉപ്പയാണ്, ഉമ്മയാണ്. ഉമ്മ, ഉപ്പ, നിങ്ങളല്ലാത്ത ഒരാൾ എനിക്കില്ല. എൻ്റെ ഏത് കാര്യത്തിലും ഞാനേറെ പരിഗണിക്കുന്നത് എൻ്റെ ഉപ്പയെ തന്നെയാണ്, ഉമ്മയെ തന്നെയാണ്. അത് ഞാൻ ഏതൊരു വിഷയത്തിനിറങ്ങുമ്പോഴും എൻ്റെ കാര്യത്തിലെ ആദ്യത്തെ മുശാവറ അംഗം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളായിരിക്കുമെന്നൊരു തീരുമാനമെടുത്ത് ഏത് കാര്യത്തിലും നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധം അങ്ങനെ അവർക്ക് അവഗണന തോന്നിക്കപ്പെടുന്ന, അവരവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ അവർക്ക് ധാരാളമായി വരുന്ന, പ്രായമേറെ ചെല്ലുന്ന ഘട്ടങ്ങളിൽ ഏറെ നമ്മൾ അവരോട് കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ച് താഴ്ത്തിക്കൊടുത്ത് തണലാകണേ, എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്.